ഗസയിൽ നിരായുധരായ നിസ്സഹായരായ മനുഷ്യരെ കൊന്നു തീർത്ത് കലിയടക്കുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരായ യുദ്ധത്തിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ എല്ലാവരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരിലെ ചിലർ സ്വന്തം സൈനികരാൽ തന്നെ കൊല്ലപ്പെടുകയും ഒപ്പം യുദ്ധത്തിനായി അണിനിരത്തിയ സൈനികരെ വലിയ തോതിൽ കൊലയ്ക്ക് കൊടുക്കുകയും വഴി നെതന്യാഹു രാജ്യത്തിനകത്ത് നേരിടുന്നത് കനത്ത വിമർശനവും പ്രതിഷേധവുമാണ്. പ്രധാനമന്ത്രിയുടെ ജനപ്രീതിയും പിന്തുണയും കുത്തനെ ഇടിഞ്ഞുവെന്ന വിലയിരുത്തലുകൾക്കിടെ ഇന്നൊരു അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേലിലെ മുൻനിര ദേശീയ മാധ്യമങ്ങളിലൊന്നായ ചാനൽ 13 നടത്തിയ സർവേ നെതന്യാഹുവിന്റെ ഉറക്കം പൂർണ്ണമായും കളയുന്നതാണ്. രാജ്യത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും ഫലം എന്ന കാര്യത്തിലാണ് ചാനൽ ഒരു സർവേ നടത്തിയത്. അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി ചാനൽ 13 നടത്തിയ സർവേയുടെ ഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശരി, നെസറ്റിൽ നെതന്യാഹുവിന്റെ ഭാവി, അതായത് നെസറ്റ് എന്നത് അവിടുത്തെ ഇസ്രായേലിലെ പാർലമെന്റിന്റെ പേരാണ്. നെസറ്റിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാവി എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2021 അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുത്തത്. 2025 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്. പക്ഷേ ഏത് നിമിഷവും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഈ വാർ ക്യാബിനറ്റ് രൂപീകരിച്ചുകൊണ്ട് ഗസയിൽ ഇസ്രായേൽ കിരാതമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാജ്യത്തെ മുൻനിര ദേശീയ ചാനലുകളിലൊന്നായ ചാനൽ 13 ഒരു അഭിപ്രായ സർവേ, ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ എടുത്തുകൊണ്ട് ഒരു അഭിപ്രായ സർവേ നടത്തുകയും അതിൻ്റെ ഫലം ഇന്ന് പുറത്തുവിടുകയും ചെയ്തത്. ആ ഫലമനുസരിച്ച് ലിക്വിഡ് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടം. അതായത് ഇപ്പോൾ ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടി എന്ന് വെച്ചാൽ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമാകും എന്നുള്ളതാണ് സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. 16 സീറ്റിലേക്ക് താഴും. അതായത് നിലവിൽ 32 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ലിക്വിഡ് പാർട്ടിയുണ്ട്. അവരുടെ സീറ്റ് നില 16ലേക്ക് താഴും എന്നുള്ളതാണ് സർവേ അനുസരിച്ചുള്ള കണ്ടെത്തൽ. നാഷണൽ യൂണിറ്റി പാർട്ടി നേട്ടമുണ്ടാക്കും. അതായത് നിരവധി പാർട്ടികളുണ്ട് ഇസ്രായേലിൽ, ലിക്വിഡ് പാർട്ടി അതിലൊരു പാർട്ടിയാണ്. അപ്പം നാഷണൽ യൂണിറ്റി പാർട്ടി വലിയ നേട്ടമുണ്ടാക്കും. അവർ അധികാരത്തിലേക്ക് എത്താൻ പാകമുള്ള രീതിയിൽ ഒരു കേവല ഭൂരിപക്ഷം നേടാൻ സാധ്യതയുണ്ട് എന്ന് ആ സർവേ ഫലം പറയുകയാണ്. 12ൽ നിന്ന് 38ലേക്ക് നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ സീറ്റ് നില ഉയരും എന്നുള്ള പ്രവചനം നടത്തുകയാണ് ചാനൽ 13 എന്ന ചാനൽ. ശരി, ലാപ്പിഡും തിരിച്ചടി നേടും. അവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണ് ലാപ്പിഡ്. യായർ ലാപ്പിഡിൻ, അതായത് പ്രതിപക്ഷ നേതാവാണ് യായർ ലാപ്പിഡ്. ലാപ്പിഡും വലിയ തിരിച്ചടി നേടും. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാൽ ലാപ്പിഡും വലിയ തിരിച്ചടി നേടും. എന്ന് വെച്ചാൽ നെതന്യാഹു സ്വാഭാവികമായും വലിയ തിരിച്ചടി നേരിട്ട് നെതന്യാഹുവിന്റെ സീറ്റുകൾ, ലിക്വിഡ് പാർട്ടിയുടെ സീറ്റുകൾ കുറഞ്ഞാൽ സ്വാഭാവികമായും ലാപ്പിഡ് അധികാരത്തിലേക്ക് വരുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. അങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവ് ലാപ്പിഡും വലിയ തിരിച്ചടി നേരിടും. യഷ് അറ്റിഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. യായർ ലാപ്പിഡ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ പേര് യഷ് അറ്റിഡ് എന്നാണ്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ്. യഷ് അറ്റിഡിനും ജനകീയത നഷ്ടമായി എന്നുള്ള വിലയിരുത്തൽ, കണ്ടെത്തൽ കൂടി ഈ സർവേയിലൂടെ ചാനൽ 13 നടത്തുകയാണ്. എന്ന് വെച്ചാൽ നിലവിലൊരു വാർ ക്യാബിനറ്റ് രൂപീകരിച്ചു. ആ വാർ ക്യാബിനറ്റിൽ യായർ ലാപ്പിഡ് ഉണ്ട്, പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധത്തെ നേരിടുന്നതിൽ, ഇപ്പോഴത്തെ കാര്യങ്ങളെ നേരിടുന്നതിൽ പ്രതിപക്ഷം പോലും പരാജയപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തൽ ചാനൽ 13 നടത്തുകയാണ്. 24ൽ നിന്ന് 15ലേക്ക് യായർ ലാപ്പിഡിന്റെ പാർട്ടിയും തിരിച്ചടി നേരിടും, താഴും എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത്. നിലവിൽ ഉള്ള സീറ്റുകളിൽ നിന്നും വലിയ തിരിച്ചടി യായർ ലാപ്പിഡും നേരിടും. യുദ്ധാനന്തരം ഇസ്രായേൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തലും പ്രവചനവും കൂടി ഈ ചാനൽ 13 നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു കക്ഷിനില, ഇസ്രായേൽ പാർലമെന്റിൽ നിലവിൽ ലിക്വിഡ് പാർട്ടിയുടെ സീറ്റ് എത്രയാണ്, മറ്റുള്ളവരുടെ സീറ്റ് നില എത്രയാണ്, നിലവിലുള്ളൊരു കക്ഷി നിലയിലേക്ക് നമ്മൾ വരികയാണ്. ആകെ സീറ്റ് ഇസ്രായേൽ പാർലമെന്റിൽ ആകെ സീറ്റ് 120 ഭരിക്കാൻ വേണ്ടത് 61 എന്നുള്ളതും കൂടി കാണണം. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 61. ലിക്വിഡ് പാർട്ടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 32 സീറ്റുകളാണ് അവർക്കുള്ളത്. യഷ് അറ്റിഡാണ് മുഖ്യ പ്രതിപക്ഷം. അവർക്ക് 24 സീറ്റുകളുണ്ട്. റിലീജിയസ് സയനിസ്റ്റ് ആണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. അവർക്ക് 14 സീറ്റുകളും നിലവിലുണ്ട്. അപ്പോൾ ലിക്വിഡ് പാർട്ടി, നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭരണം കൈയാളുന്നത്. ആ സഖ്യത്തിലുള്ളത് 8 പാർട്ടികളാണ്. അപ്പോൾ മൊത്തം ഈ 8 പാർട്ടികളുടെ ബലത്തിലാണ് 61 എന്ന ഒരു മെജോറിറ്റി നേടിക്കൊണ്ട് ഇപ്പോൾ നെതന്യാഹു ഭരണത്തിൽ തുടരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റി പാർട്ടി അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന്. ആ യൂണിറ്റി പാർട്ടിയുടെ നേതാവാണ്
ബെന്നി ഗാൻസിന്റെ യൂണിറ്റി പാർട്ടി അധികാരത്തിലേക്ക് വരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം ഈ ചാനൽ 13 സർവേ പറയുകയാണ്. സ്വാഭാവികമായും നമുക്ക് നോക്കേണ്ടത് ആരാണ് ബെന്നി ഗാൻസ് എന്നുള്ളതാണ്. ബെന്നി ഗാൻസ് നിലവിൽ മന്ത്രിയാണ്. നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു, നേരത്തെ ഡെപ്യൂട്ടി മന്ത്രിയായിരുന്നു. വെച്ചാൽ 2020 മുതൽ 22 വരെ അദ്ദേഹം ഡെപ്യൂട്ടി ഉപപ്രധാനമന്ത്രിയായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. ഒപ്പം IDF-ന്റെ തലവൻ, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തലവനായിരുന്നു. 2011 മുതൽ 15 വരെ വിരമിച്ച പട്ടാള തലവൻ കൂടിയാണ് ഗാൻസ്. അപ്പോൾ ഈ ഗാൻസ് നാഷണൽ യൂണിറ്റി എന്ന പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന്റെ പാർട്ടിയുടെ പേര് ഇസ്രായേൽ റിലയൻസ് ആണ്. അപ്പോൾ ഇസ്രായേൽ റിലയൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു നാഷണൽ യൂണിറ്റി സഖ്യം അധികാരത്തിലേക്ക് വന്നാൽ, അതായത് ഇപ്പോഴത്തെ ഈ സർവേ അനുസരിച്ച് നെതന്യാഹുവിന് ഭരണം നഷ്ടമാവുകയും ബെന്നി ഗാൻസ് അധികാരത്തിലേക്ക് വരികയും ചെയ്താൽ എന്താകും യുദ്ധത്തിന്റെ ഭാവി എന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും നമുക്കിതിൽ കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈൽ തത്സമയം എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, ഒരു അഭിപ്രായ സർവേ ചാനൽ 13 നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. യുദ്ധാനന്തരം ഒരു തെരഞ്ഞെടുപ്പ് വന്നേക്കും. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും ഈ നെതന്യാഹുവിൻ്റെ ഭാവി എന്നുള്ളതാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു തിരിച്ചടി നെതന്യാഹു ആ രാജ്യത്ത് നേരിടുന്നത്? ഒപ്പം ഈ ഭരണത്തിലേക്ക് വരുമെന്ന് പറയപ്പെടുന്ന ബെന്നി ഗാൻസിന് എന്തുകൊണ്ട് ഇത്ര ജനപ്രീതി നിലവിൽ അവിടെ ലഭിക്കുന്നു? ഈ ബെന്നി ഗാൻസിൻ്റെ ഒരു പൊളിറ്റിക്സും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ എന്തായിരിക്കും? സ്വയം സൈഫുദ്ദീൻ, ഇക്കാര്യത്തിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നെതന്യാഹു മാറി ബെന്നി ഗാൻസ് വന്നാൽ മാറുന്നതല്ല ഇസ്രായേലിൻ്റെ ഒരു നയവും നിലപാടുകളും എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആര് തന്നെ മാറി വന്നാലും സയനിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം അവരുടെ നിലപാടുകളും അവരുടെ നയങ്ങളും തുറന്നുകൊണ്ടേയിരിക്കും. പലസ്തീനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, വെസ്റ്റ് ബാങ്കിനെയും ഗസയും പിടിച്ചെടുക്കുക എന്നതെല്ലാം തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ഇസ്രായേൽ രാഷ്ട്രം എന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നെതന്യാഹു വലിയ രൂപത്തിലുള്ള തിരിച്ചടി അവിടെ നേരിടും എന്ന് പറയുന്നത് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഇലക്ഷൻ, ഈ ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പ് പോലും ഏറ്റവും ജനപ്രീതി കുറഞ്ഞ നേതാവ് അത് നെതന്യാഹു തന്നെയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട്, അഴിമതി കേസുകളുണ്ട്. ആ അഴിമതി കേസുകളിൽ നിന്ന് മുക്തനാകാൻ അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ അത് വളരെ പ്രധാനമാണ്. അത് ജുഡീഷ്യറിയെ കൂടി തൻ്റെ കീഴിൽ വരുത്തുക എന്നുള്ളതായിരുന്നു. ഈ നെതന്യാഹു അടക്കം മന്ത്രിസഭയിലെ നിരവധി പേർ നിരവധി കേസുകൾ നേരിടുമ്പോൾ ആ കേസുകളെ നേരിടാൻ ജുഡീഷ്യറി സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ ജുഡീഷ്യറിയെ കൂടി ഭരണകൂടത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവന്ന് ഭരണകൂടം നിശ്ചയിക്കുന്ന ആളുകളെ ജഡ്ജിമാരാക്കി മാറ്റുന്ന ജുഡീഷ്യൽ റിഫോമിൻ്റെ ഒരു ഉപജ്ഞാതാവായി നെതന്യാഹു മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വൻതോതിൽ ഇസ്രായേൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള വലിയ പ്രക്ഷോഭത്തിന് യുദ്ധത്തിന് മുമ്പ് ഇസ്രായേൽ സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകൾ നെതന്യാഹുവിനെതിരാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ യുദ്ധം കൂടി വന്നിരിക്കുന്നത്. യുദ്ധത്തിൽ നമുക്കറിയാം 75 വർഷത്തിനിടയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് വീഴ്ച, ആ വീഴ്ചക്കുള്ള ഉത്തരവാദി നെതന്യാഹു ആണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇസ്രായേലിനുള്ളിലുണ്ട്. അതേപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളിൽ നെതന്യാഹു വലിയ പരാജയമാണ് എന്ന് വിലയിരുത്തുന്ന ആളുകൾ ആണ് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ആളുകൾ. പ്രത്യേകിച്ചും ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാടുകളിൽ വലിയ അമർഷം ജനങ്ങൾക്കാകെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, തങ്ങളെ ഈ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഹമാസിനോടൊപ്പം തന്നെ ഇസ്രായേലിലെ ജനത അവർ കാണുന്നത് നെതന്യാഹുവിൻ്റെ നയനിലപാടുകളാണ് എന്നുള്ളതാണ്. ഒരു വർഷം മുമ്പ് തന്നെ ഇത്രയും ഇൻ്റലിജൻസ് വിവരങ്ങൾ നെതന്യാഹുവിന് ലഭിച്ചിട്ട് ഇപ്പോൾ ആ കാര്യങ്ങളെ മുഴുവൻ അവഗണിക്കുകയായിരുന്നു നെതന്യാഹു ഭരണകൂടം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഇസ്രായേലിലും അഭയാർത്ഥികളായി കഴിയുന്നത്. പ്രത്യേകിച്ച് ലബനാൻ അതിർത്തിയിൽ നിന്ന് മാറിക്കഴിയുന്ന ആളുകൾ, അതേപോലെ തന്നെ ഗസ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നിന്നൊക്കെ ആളുകൾ മാറിക്കഴിഞ്ഞ് ഇപ്പോഴും അവർ ഒരു അഭയാർത്ഥി ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും യുദ്ധത്തിൻ്റെ ഭീതിയിലായിരിക്കുന്നു. മാനസികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, അസുഖങ്ങൾ അവരെ വേട്ടയാടുന്നു. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇസ്രായേൽ ജനത അനുഭവിക്കാത്ത വലിയ ദുരിതത്തിലേക്ക് പോകുന്നതിൽ നെതന്യാഹുവിനും വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് അവർ കാണുന്നു. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് നെതന്യാഹു ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം നേരിടുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, യുദ്ധം എന്നാണ് അവസാനിക്കുന്നത് അന്ന് നെതന്യാഹുവിൻ്റെ കസേര വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ബെന്നി ഗാൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബെന്നി ഗാൻസ് നേരത്തെ സൈന്യത്തിൻ്റെ തലവനായിരുന്നു. നെതന്യാഹുവുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം.
പലപ്പോഴും നെതന്യാഹുവിൻ്റെ ഓരോ കള്ളങ്ങളെയും അദ്ദേഹം പൊളിച്ചടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. 2020 ഇലക്ഷനിൽ അദ്ദേഹം വലിയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് നേരത്തെ തന്നെ സാധിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ പല കാര്യങ്ങളുമുണ്ട്. 1970 കാലയളവിൽ നടന്ന ഒരു യുദ്ധത്തിൽ സൂയസ് കനാലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോട്ട് മുങ്ങിയെന്നും അതിൽ നിന്ന് അത്ഭുതകരമായി താൻ രക്ഷപ്പെട്ടു എന്നുമുള്ള നെതന്യാഹുവിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ കള്ളക്കഥയാണ് എന്ന് കൃത്യമായി തന്നെ ആളുകളോട് പറഞ്ഞുകൊണ്ട് അത് പൊളിക്കാൻ ബെന്നി ഗാൻസിന് സാധിച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നെതന്യാഹുവിൻ്റെ ഓരോ ജീവിത കഥകളുടെയും കള്ളത്തരങ്ങൾ അദ്ദേഹം പൊളിച്ചു കാണിച്ചിരുന്നു. 2020 ഇലക്ഷനിൽ വേറിട്ടാണ് മത്സരിച്ചത് എങ്കിലും ഈ രണ്ട് സഖ്യങ്ങളും ബെന്നി ഗാൻസും നെതന്യാഹുവും ചേർന്നായിരുന്നു ഭരിച്ചത്. നെതന്യാഹുവിന് ആദ്യ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടി, രണ്ടാമത് ഭരിക്കേണ്ടത് ബെന്നി ഗാൻസ് ആയിരുന്നു. പക്ഷേ അവിടെ പാലം വലിക്കുകയായിരുന്നു നെതന്യാഹു. വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോയി. ഒരു കാര്യം വളരെ പ്രധാനമാണ്, കഴിഞ്ഞ 4 ഇലക്ഷനുകൾ ഇസ്രായേലിൽ നടന്നിട്ട് അതിലൊന്നിൽ പോലും ഒരു കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സർവേയും സൂചിപ്പിക്കുന്നത് ബെന്നി ഗാൻസിന്റെ സഖ്യത്തിന് സംഘടനയ്ക്ക് 38 സീറ്റുകൾ മാത്രം ലഭിക്കുമെന്നാണ്. അത് കിട്ടിയാൽ ഭരിക്കാൻ സാധിക്കില്ല, 61 സീറ്റുകളെങ്കിലും ലഭിക്കണം. അപ്പോൾ വീണ്ടും ഇസ്രായേൽ രാഷ്ട്രീയമായി പലതരത്തിലുള്ള ശരി സുഹേൽ, എന്തായാലും സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാനൽ 13 പുറത്തുവിട്ട സർവേ എന്തൊക്കെയായാലും നെതന്യാഹുവിന്റെ ഉറക്കം പൂർണ്ണമായും കളയുന്നത് തന്നെയാണ്. നിലവിൽ എല്ലാ തരത്തിലും തിരിച്ചടികൾ നേരിടുന്ന നെതന്യാഹുവിന് രാജ്യത്ത് ആഭ്യന്തര തലത്തിൽ എല്ലാ ജനപ്രീതിയും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ആ ചാനൽ സർവേയുടെ ഉള്ളടക്കം എന്ന് പറയുന്നു. ഒപ്പം ബെന്നി ഗാൻസ് ഒരു പക്ഷേ അധികാരത്തിലേക്ക് എത്തിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ചാനൽ 13 നൽകുകയാണ്.